തീർച്ചയായിട്ടും വീട് കാണിച്ചു തരാം. എത്ര സ്ക്വയർ ഫീറ്റ് ഇവിടെ ആയിരുന്നു? ഇത് നമുക്ക് 1700 ഇവരെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. കണ്ടില്ലമ്മ, പിന്നെ ആരും നമുക്ക് കണ്ടില്ലമ്മ. വീട്ടിന്റെ അകത്തോട്ട് പോവാം. വാ. അത് കാണാം. പോയൊന്നുമില്ല. ആ ഷോമേ കണ്ടേ. ആ വീട് കാണാൻ വന്നായിരുന്നു. തീർച്ചയായിട്ടും വരും, എല്ലാരും വരും. അല്ല ഞാൻ ഈ സംസാരിച്ച് കേൾക്കാൻ കേൾക്കാൻ പറ്റും. ആ വന്നു വീട് കാണാൻ വന്നു. അമ്മയെ നമ്മൾ തിരക്കിയത്. പിന്നെ അമ്മയാണ് താരം. എല്ലാരും കണ്ടത് ഭയങ്കര സന്തോഷം. പുതിയ വീടിന് ഹാപ്പിയാണ്. നമ്മളെ വലിയ സ്വപ്നമാണത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു. തീർച്ചയായിട്ടും. ഇതിലൊരു എനിക്ക് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ഫേമസ് കപ്പിളായ മീറ്റ് മിറി ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതാന്ന് പറയാൻ പറ്റുമോ? ഏതായിരിക്കും? ഒരിക്കലും അല്ല, അതിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. ഏതായിരിക്കും? നമ്മുടെ മീത്തേട്ടന്റെ TV ആണിത്. ഈ കബോർഡ് വർക്കായാലും എല്ലാം ഡിസൈൻ ഒക്കെ എങ്ങനെയാണ്? നിങ്ങളുടെ പ്ലാൻ തന്നെയാണോ? ഡിസൈൻ ഇല്ല, നമ്മുടെ കോൺട്രാക്റ്റില് ഉള്ള ഒരു പ്ലാൻ ആയിരുന്നു. കുറച്ച് നമ്മളേതായ കുറച്ച് ഐഡിയാസ് ഒക്കെ മാറ്റം വരുത്തി. പിന്നെ അത് മാത്രല്ല, ഈ കബോർഡ് ചെയ്ത ഏട്ടന്റെ കാര്യം എടുത്തു പറയണം. ഈ ഫുള്ള് കാര്യങ്ങള് അടുക്കളയിൽ ആ വർക്ക് ചേട്ടന്റെ ഫുൾ ഐഡിയ ആണ്. ചേട്ടൻ പ്ലംബറാണ്. ഇതാണ് നമ്മളെ കിച്ചൺ വരുന്നത്. മൊത്തം ടോട്ടൽ 3 റൂമാണ് ഉള്ളത്. അതില് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. എന്നിട്ട് കിച്ചൺ ഇപ്പോൾ 2 കിച്ചൺ ഉണ്ട്. മെയിൻ കിച്ചണും സെക്കൻഡ് കിച്ചണും വർക്ക് ഏരിയ ആയിട്ട്. പിന്നെ ഹാള് നമ്മള് ഒരു പാർട്ടീഷൻ കൊടുത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് അവിടെ ഒരു ഡൈനിങ് ഏരിയ ഫുൾ ഓപ്പൺ ആയിട്ട്. ഇത് ഇളയ ഹാളാണ്. ഫുൾ ഓപ്പൺ ആയിട്ട് നമ്മള് ഈ കളറൊക്കെ നമ്മൾ ഈ പെയിന്റും കളറും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇതിന്റെ കൂടുതലായിട്ടുള്ള ഐഡിയാസ് അത് നമ്മൾ അവർക്കങ്ങ് വിട്ടുകൊടുക്കുമായിരുന്നു ആവശ്യത്തിന്. അപ്പൊ ആ ഫ്രീഡം കൊണ്ട് എന്തോ നന്നായിട്ടങ്ങ് ചെയ്യും. നമ്മള് പ്രതീക്ഷിച്ചത് കൂടുതൽ നന്നായിട്ട് ചെയ്യും. 40 ലക്ഷം രൂപ 40 ലക്ഷമാണ് നമ്മുടെ ബഡ്ജറ്റ് വന്നത്. 1700 സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇന്റീരിയറിലാണ് കേട്ടോ. അത് പലർക്കും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ നമ്മള് എന്ന് വെച്ചാൽ യൂട്യൂബിന്റെ വരുമാനം അല്ല ഇപ്പോഴൊരു നിലവിൽ. യൂട്യൂബിന്റെ വരുമാനം കൊണ്ടല്ല. കാരണം അത് പറഞ്ഞാലും എനിക്കൊരു കുടുംബ വീടുണ്ട്, അത് അനിയന് കൊടുത്ത് ഷെയർ ആണ്. ഈ വീടും ഒക്കെ ചേട്ടന്റെ ഷെയറിന്റെ പകുതി ഇതാണ്. പിന്നെ നമ്മുടെ ഗോൾഡ് അതൊക്കെ എല്ലാം കൂടെ ചേർത്ത് വെച്ചതാണ്. പിന്നെ യൂട്യൂബിന്റെ വരുമാനം എന്ന് പറയുന്നത് ഇനി അങ്ങനെ കിട്ടാമെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് നിലവിൽ ഭയങ്കര വരുമാനം. കാരണം എന്താണെന്ന് അറിയുമോ, നമ്മൾ ഷോർട്സ് മാത്രം ഇടുന്നേ. നമ്മൾ ലോങ് വീഡിയോ നിങ്ങൾ നമ്മളെ അക്കൗണ്ടിൽ കയറിയാൽ നമുക്ക് മനസ്സിലാവും. ലോങ് വീഡിയോ ഇടുന്നവർക്കാണെങ്കിൽ ആ വ്യൂ ഉണ്ടെങ്കിൽ അത്രയും ഏൺ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മളെ പോലെ ഷോർട്ട് ഒക്കെ ഇടുന്നവർക്ക് അത്രയൊന്നും കിട്ടത്തില്ല. അത് എല്ലാവർക്കും അറിയാം.